പ്രിയമുള്ളവരെ, നമസ്കാരം. ഞാൻ എസ് ആനന്ദക്കുട്ടൻ. ഇന്ന് 2025 ഓഗസ്റ്റ് മാസം 15-ാം തീയതി, കർക്കടകം 30, രാമായണ പാരായണം ഗദ്യരൂപം 30-ാം ദിനം. ഏവർക്കും എൻ്റെ രാമായണ മാസ ആശംസകൾ. രണ്ടും കൽപ്പിച്ച് ഹനുമാൻ പ്രമദവനം എന്നുകൂടി പേരുള്ള ഉദ്യാനത്തെ തകർത്തു തുടങ്ങി. ആ മഹാശക്തൻ്റെ മുഷ്ടിപ്രഹരങ്ങളും പാദാഘാതങ്ങളുമേറ്റ് വൻമരങ്ങൾ കഠിന ശബ്ദത്തോടുകൂടി പൊട്ടിത്തകർന്ന് നിലം പതിച്ചു. പക്ഷികളും മൃഗങ്ങളും സർവനാശം സംഭവിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി ആർത്തനാദങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് പരക്കം പാഞ്ഞു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നയനാനന്ദപ്രദമായി വിലസിയിരുന്ന ആ ഉദ്യാനം താറുമാറായി നയന ദുഃഖപ്രദമായി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. സീതയിരിക്കുന്ന ശിംശിപാ വൃക്ഷവും ചുറ്റുപാടും മാത്രം ഒരു കേടും പറ്റാതിരിക്കുവാൻ ഹനുമൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സീതയ്ക്ക് കാവലിരിക്കാൻ നിയുക്തകളായ രാക്ഷസികൾ ആരാമഭഞ്ജനത്തിൽ പരിഭ്രാന്തരായി ഓടിച്ചെന്ന് വിവരമറിയിച്ചപ്പോൾ രാവണൻ്റെ കണ്ണുകളിൽ ക്രോധാഗ്നി കത്തിക്കാളി. മുഷ്കരനായ ഏതോ ഒരു വാനരനാണ് ഈ അക്രമം പ്രവർത്തിക്കുന്നതെന്ന് അവരിൽ നിന്ന് മനസ്സിലാക്കിയ ലങ്കേശ്വരൻ ആ മൃഗത്തെ നല്ലൊരു പാഠം പഠിപ്പിക്കുന്നതിനായി ഭീകരന്മാരും കരാളായുധധാരികളുമായ വലിയൊരു സംഘം ഭടന്മാരെ നിയോഗിച്ചു. ശത്രുക്കളുടെ ആക്രമണം പ്രതീക്ഷിച്ച് ഒരു തോരണത്തിന് മുകളിലിരിക്കുന്ന ഹനുമാനെ അവർ അഗ്നികുണ്ഡത്തെ ശലഭങ്ങളെന്ന പോലെ സമീപിച്ചു. ഹനുമാൻ അടുത്ത് കിടന്നിരുന്ന ഒരു പരിഖം കൈക്കലാക്കി ആക്രമണകാരികളിൽ ബഹുഭൂരിപക്ഷത്തെയും അനായാസേന കൊന്നൊടുക്കി. ജീവനോടെ ശേഷിച്ച ചുരുക്കം ചിലർ കൊട്ടാരത്തിലേക്ക് ഓടിച്ചെന്ന് തങ്ങളുടെ സഹചരന്മാരുടെ കാലപുരീഗമനത്തെയും അജ്ഞാതനായ ഭയങ്കര വാനരൻ്റെ ദുർവാര ശക്തിയെയും കുറിച്ച് രാവണന് വിവരം നൽകി. മന്ത്രിവയ്യനായ പ്രഹസ്തൻ്റെ പുത്രനും വീരനുമായ ജംബുമാലിയെയും സൈന്യത്തെയും നിധനത്തിന് നിയോഗിക്കുക എന്നതായിരുന്നു രാവണൻ്റെ അടുത്ത നടപടി. അപ്പോഴേക്കും തോരണത്തിൽ നിന്ന് ഒരു ഗോപുരത്തിലേക്ക് മാറിയിരുന്ന ഹനുമാനെ അമ്പുകളെയ്ത് നിസ്സാരമായ ചില മുറിവുകൾ ഏൽപ്പിക്കുവാൻ ജംബുമാലിക്ക് കഴിയാതിരുന്നില്ല. എങ്കിലും പ്രഹസ്തപുത്രൻ ഹനുമാൻ്റെ പരിഹപ്രയോഗമേറ്റ് ശകലീശരീരനായി മൃത്യുവശകനായി. അടുത്തതായി ഹനുമാനോടേറ്റത് രാവണനാൽ നിയുക്തരായ അഷ്ടമന്ത്രിപുത്രന്മാരും അവരാൽ നയിക്കപ്പെടുന്ന സേനാവിഭാഗങ്ങളുമായിരുന്നു. എന്നാൽ മുഷ്ടികൾ കൊണ്ടടിച്ചും പാദങ്ങൾ കൊണ്ട് തൊഴിച്ചും നഖങ്ങൾ കൊണ്ട് പിളർന്നും അവരെയെല്ലാം നിഗ്രഹിക്കുവാൻ ഹനുമാന് കഠിനാധ്വാനമോ അധിക സമയമോ വേണ്ടി വന്നില്ല. ആ വർത്തമാനം കിട്ടിയപ്പോൾ രാവണൻ പഞ്ചസേനാ വിഭാഗ നായകന്മാരായ വിരൂപാക്ഷൻ, ദുർധക്ഷൻ, യുപാക്ഷൻ, പ്രഹസൻ, ഭാസകർണൻ എന്നിവരെ വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു, ആ വാനരൻ സാമാന്യക്കാരനല്ല എന്നെനിക്ക് തീർച്ചയാണ്. നമ്മുടെ ശത്രുക്കളായ ദേവഗന്ധർവാദി വർഗക്കാർ മന്ത്രപ്രയോഗത്താൽ സൃഷ്ടിച്ചയച്ച ഏതോ മഹാത്ഭുതമല്ലേ ഇവനെന്ന് ഞാൻ സംശയിക്കുന്നു. ഏതായാലും നിങ്ങൾ സൈന്യബലത്തോടു കൂടി ചെന്ന് ഏത് വിധേനയും അവനെ ജീവനോടെ പിടിക്കുകയോ കൊലപ്പെടുത്തുകയോ ചെയ്യണം. ഗജരഥ തുകാദികൾ ഉൾപ്പെടുന്ന മഹാസേനയെ നയിച്ചുകൊണ്ട് പഞ്ചസേനാ വിഭാഗ നായകന്മാർ ഒന്നിച്ചോടിച്ചെന്ന് ഹനുമാൻ്റെ മേൽ ചാടി വീണു. അവരുടെ ആയുധപ്രയോഗങ്ങൾക്ക് എതിരാളിയുടെ ശരീരത്തിൽ ചില മുറിവുകളൊക്കെ വരുത്താനും കഴിഞ്ഞു. എങ്കിലും ഹനുമാൻ സിംഹഗർജനം ചെയ്തുകൊണ്ട് ആദ്യം ദുർധരനെയും പിന്നീട് വിരൂപാക്ഷനെയും യൂപാക്ഷനെയും പരലോകത്തേക്ക് പറഞ്ഞയച്ചു. സഹചര പ്രധാനികൾ 3 പേരുടെയും നിധനത്തിന് ദൃക്സാക്ഷികളായിരുന്ന പ്രഹസനും ഭാസകർണനും പ്രതികാരേച്ഛതുക്കളും കോപാവിഷ്ടരുമായി പൂർവാധികം ഗൗരവത്തോടെ പൊരുതി. എന്നാൽ അവരുടെ സുദീർഘവും ഭീകരവുമായ യുദ്ധം അവസാനിച്ചത് എതിരാളിയുടെ പരിഹസാല വൃക്ഷശിലാദികളുടെ പ്രയോഗത്തിന് പ്രതിവിധി കാണാതെ അവരുടെ പൂർവഗാമികളുടെ പിന്നാലെയുള്ള പരലോക ഗമനത്തിലായിരുന്നു. തൻ്റെ കനിഷ്ഠപുത്രനും യുദ്ധവീരനെന്ന് സുപ്രസിദ്ധനുമായ അക്ഷകുമാരനെയാണ് രാവണൻ അടുത്തതായി വാനരശത്രുവിനെ നിഗ്രഹിക്കുന്നതിനുള്ള നിർദ്ദേശത്തോടുകൂടി നിയോഗിച്ചത്.
അഷ്ടവാജികളെ പൂട്ടിയ കാഞ്ചനരഥത്തിൽ ആരൂഢനായി ചതുരംഗസേനയാൽ അനുഗതനായി അക്ഷകുമാരൻ ഭയാശങ്കകൾ കൂടാതെ വാനരശത്രുവിനെ ചെന്നെതിർത്തു. അപ്പോഴുണ്ടായ സംഘട്ടത്തിനിടയിൽ രാവണപുത്രൻ പ്രയോഗിച്ച 3 തീഷ്ണ സായകങ്ങൾ പ്രതിയോഗിയുടെ ശിരസിൽ മാരകമല്ലെങ്കിലും നിസ്സാരമല്ലാത്ത പരിക്കുകൾ ഏൽപ്പിക്കുകയുണ്ടായി. ആകാശസഞ്ചാരവിദ്യ വശപ്പെടുത്തിയിരുന്ന ഇരുവരും തമ്മിൽ ഭൂതലത്തിന് മുകളിലായി നടന്ന ദ്വന്ദ്വയുദ്ധം കണ്ടു നിന്നവരെ അത്ഭുതപ്പെടുത്തി. ഒടുവിൽ ഹനുമാൻ ക്രോധാരുണ നേത്രനായി അക്ഷകുമാരൻ്റെ തേര് തകർത്ത് അഷ്ടവാജികളെ കൊന്നു. എന്നിട്ട് രാവണപുത്രനെ എടുത്തുയർത്തി വായുവിൽ പലതവണ അതിവേഗത്തിൽ ചുഴറ്റി ഊക്കോടെ നിലത്തടിച്ചു. കൈകാലുകളും മറ്റവയവങ്ങളും ഛിന്ന ഭിന്നമായി രക്തധാര പ്രവഹിപ്പിച്ച് കണ്ണുകൾ തുറിച്ച് രാക്ഷസ രാജകുമാരൻ മൃത്യുവശങ്കനായി. കനിഷ്ഠപുത്രനിധന വാർത്തയറിഞ്ഞ രാവണൻ ശോകപരവശനും ക്ഷുഭിതനുമായെങ്കിലും സ്വതസിദ്ധമായ ധൈര്യം കൈവിടാതെ സീമന്തപുത്രനായ ഇന്ദ്രജിത്തിനെ അരികിലേക്ക് വിളിച്ചു. മകനെ, ദേവേന്ദ്രനെ തോൽപ്പിച്ചവനും ബ്രഹ്മാസ്ത്രം സമ്പാദിച്ചവനുമാണല്ലോ നീ. നിനക്ക് സമാനമായ യോദ്ധാവ് മുപ്പാരിലുമില്ല താനും. ചില സേനാനായകന്മാരെയും നിന്റെ അനുജനെയും എണ്ണമറ്റ ഭടന്മാരെയും ആ വാനരൻ നാമാവശേഷമാക്കിയിരിക്കുന്നു. അവനെ ഇല്ലായ്മ ചെയ്യാനുള്ള കരുത്തുള്ളവനായി ഞാനിപ്പോൾ നിന്നെ മാത്രമേ കാണുന്നുള്ളൂ. അഗ്നിയിൽ എന്തു വീണാലും ദഹിക്കുന്നത് പോലെ അവനെ നേരിടുന്നവരെല്ലാം നശിക്കുകയാണ്. സൂക്ഷിച്ചു വേണം നീ അവനോട് യുദ്ധം ചെയ്യാൻ. വേണ്ടതെല്ലാം വേണ്ടതുപോലെ ചെയ്തുകൊള്ളൂ. 4 ഭയങ്കര സിംഹങ്ങളെ പൂട്ടിയ തേരിൽ കയറി വമ്പിച്ച സൈന്യത്തെ നയിച്ചുകൊണ്ട് ഹനുമാന്റെ മുമ്പിലെത്തി നിശിത ബാണങ്ങൾ പ്രയോഗിച്ചു. എന്നാൽ ഒരിക്കലും ലക്ഷ്യം തെറ്റാത്ത ആ ബാണങ്ങൾ ഇപ്രാവശ്യം നിഷ്ഫലങ്ങളായി. കാരണം ഹനുമാൻ വായുവിലുയർന്ന് അവയിൽ നിന്ന് മിന്നൽ വേഗത്തിൽ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു. അതേസമയം എതിരാളിയെ പ്രഹരിക്കാനുള്ള സന്ദർഭം കണ്ടെത്താതിരുന്നുമില്ല. ഇങ്ങനെ ഒരു പ്രതിയോഗിയെ ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത ഇന്ദ്രജിത്ത് എങ്ങനെയാണ് ഇവനെ അസ്തവീര്യനും അസ്തശക്തനുമാക്കുക എന്ന് ചുഴിഞ്ഞാലോചിച്ചപ്പോൾ ഒരു വഴി കണ്ടുകിട്ടി. അവൻ പ്രതിവിധിയില്ലാത്തതും ഒരിക്കലും ലക്ഷ്യം പിഴയ്ക്കാത്തതും ദിവ്യാസ്ത്രങ്ങളിൽ പ്രമുഖവുമായ ബ്രഹ്മാസ്ത്രമെടുത്ത് വില്ലിൽ തൊടുത്ത് അമ്പരചാരിയായ വാനരൻ്റെ നേർക്കയച്ചു. ആ മഹായുദ്ധം ഉത്തരക്ഷണത്തിൽ ഹനുമാനെ അസ്തപ്രജ്ഞനാക്കി ആകാശത്ത് നിന്ന് നിലത്ത് വീഴ്ത്തിയത് കണ്ട് ഇന്ദ്രജിത്തും അനുചരന്മാരും ആഹ്ലാദഭരിതരായി. എന്നാൽ ബ്രഹ്മാസ്ത്രം ഹനുമാനെ ചില നിമിഷങ്ങൾക്ക് മാത്രമേ കീഴ്പ്പെടുത്തുകയുള്ളൂ എന്നായിരുന്നു ബ്രഹ്മദേവൻ്റെ നിശ്ചയമെന്ന് അക്കൂട്ടർ അറിഞ്ഞിരുന്നില്ല. താൽക്കാലികമായ ബോധക്ഷയത്തിൽ നിന്നുണർന്ന് ഹനുമാൻ നിശ്ചലനും നിശ്ചേഷ്ടനുമായി കിടന്നുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചു. ബ്രഹ്മദത്തമായ വരത്താൽ എനിക്കിപ്പോൾ യാതൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. രാക്ഷസന്മാർ എന്നെ ബന്ധിച്ചു കൊണ്ടുപോയിക്കൊള്ളട്ടെ. രാവണനെ നേരിട്ട് കാണാനും അവനോട് സംസാരിക്കാനും എനിക്കൊരവസരം കിട്ടുമല്ലോ. ബോധക്ഷയം അഭിനയിച്ച് കിടക്കുകയാണ് ഹനുമാൻ എന്നറിയാതെ രാക്ഷസന്മാർ ആ വാനരശത്രുവിനെ പിടിക്കുകയും വലിക്കുകയും ചണനൂലും മറ്റും കൊണ്ട് വരിഞ്ഞു കെട്ടുകയും ചെയ്തു. ഇന്ദ്രജിത്തിനു മാത്രമേ ഹനുമാൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നതിനുള്ള ബുദ്ധിശക്തിയും അസ്ത്രവിജ്ഞാനവും പരിചയസമ്പത്തും ഉണ്ടായിരുന്നുള്ളൂ. ഏതായാലും ഈ വാനരനെ പിതൃസമീപത്തേക്ക് ആനയിക്കുക തന്നെ എന്നുള്ള രാക്ഷസ രാജകുമാരൻ്റെ നിശ്ചയമനുസരിച്ച് ഭടന്മാർ ഹനുമാനെ കെട്ടിയെടുത്ത് രാജമന്ദിരത്തിലേക്ക് കൊണ്ടുപോയി രാജാവിൻ്റെ മുമ്പിൽ കിടത്തി. ആ സന്ദർഭത്തിൽ രാക്ഷസ വീരന്മാരുടെ ഇടയിൽ ഇതേതാണ്, എവിടെ നിന്നാണ് വന്നത്, ഇവിടെ എന്താണ് കാര്യം, ആരാണിതിന് സഹായം എന്നിങ്ങനെ സംഭാഷണങ്ങൾ ഉണ്ടായി. അവിടെ വേറെ രാക്ഷസന്മാരും ഏറ്റവും കോപിച്ചവരായി. കൊന്നുകളയണം, ചുട്ടുകളയണം, തിന്നുകളയണം എന്നിപ്രകാരം അവർ തമ്മിൽ പറഞ്ഞു. മഹാത്മാവായ ഹനുമാനാകട്ടെ ഉള്ളിൽ പരിഹാസത്തോടു കൂടിയവനായിട്ട് അവിടെ രാക്ഷസാധിപൻ്റെ തിരുമുമ്പിൽ വേണ്ട ശുശ്രൂഷകൾ ചെയ്യാൻ കാത്തിരുന്ന മഹാന്മാരെയും രാജാവിൻ്റെ അമൂല്യ രത്നാലങ്കൃതമായ രാജധാനിയെയും കണ്ടു. ആദി തേജസ്വിയായ ആ രാവണൻ വികൃതരൂപികളായ രാക്ഷസന്മാരാൽ അങ്ങുമിങ്ങും വലിച്ചു കൊണ്ടുവരപ്പെട്ടവനായ വാനരോത്തമനെ കണ്ടു. ആദിത്യനെപ്പോലെ തേജോമയനായി തേജസ്സോടും ബലത്തോടും കൂടിയവനായി വിളങ്ങുന്ന രാക്ഷസാധിപനെ വാനരോത്തമനും കണ്ടു. അങ്ങനെ ഹനുമാൻ
തൻ്റെ വീരപ്രകടനം നടത്തുന്ന ഈ അവസരത്തിൽ നമുക്ക് ഹനുമാനെ പറ്റി, അദ്ദേഹത്തെ സംബന്ധിക്കുന്ന ഒരു കഥ ഒന്ന് അനുസ്മരിക്കാം. അതായത് മഹാവീര ഹനുമാൻ തൻ്റെ നഖം കൊണ്ട് തന്നെ ഉറച്ച പാറപ്പുറത്ത് ശ്രീരാമചരിത്രം ആലേഖനം ചെയ്തു. വാൽമീകിക്ക് അത് കണ്ടപ്പോൾ ദുഃഖമുണ്ടായി. ഹനുമാൻ്റെ രാമായണം ലോകത്തിൽ പ്രചരിച്ചാൽ തൻ്റെ രാമായണത്തിന് പ്രചാരമില്ലാതാകുമല്ലോ എന്ന്. അതറിഞ്ഞ ഹനുമാൻ വാൽമീകി സങ്കടപ്പെടേണ്ട എന്ന് വിചാരിച്ച് പാറയെല്ലാം അടർത്തി കടലിലെറിഞ്ഞു കളഞ്ഞു. അത്രയേ ഉള്ളൂ ആ കഥ. ഇനി ദശശിരസ്സുകൾ, വിശാലാരുണ നേത്രങ്ങൾ, ഭീഷണദംഷ്ട്രകൾ, നീലാഞ്ജനജനസമായ വിപുല ശരീരം, വിശാലമായ വക്ഷപ്രദേശം, പരിഖതുല്യമായ ബാഹുക്കൾ എന്നിവയെല്ലാമുള്ള രാക്ഷസ ചക്രവർത്തി തൻ്റേതു മാത്രമായ പ്രത്യേകതകളോടുകൂടി സിംഹാസനത്തിൽ വിരാജിക്കുന്നത് ഹനുമാൻ കണ്ടു. അനർഘരത്നങ്ങൾ അമൂഴ്ത്തിയ കിരീടവും മുത്തുകൾ കോർത്തിണക്കിയ മാലാകലാപങ്ങളും സ്വർണ്ണരത്ന നിർമ്മിതങ്ങളായ കടകകേയൂര വലയാദികളും വർണ്ണോജ്വലങ്ങളായ പട്ടുവസ്ത്രങ്ങളും ധരിച്ച് ഉഗ്രപ്രതാപശാലിയായി ഇരുന്നരുളുകയാണ് സീതാപഹർത്താവായ ലങ്കേശ്വരൻ. പ്രഹസ്തൻ മുതലായ മന്ത്രിമാരാലും പരാക്രമികളായ സേനാനായകന്മാരാലും ആജ്ഞാനുവർത്തിനികളായ തരുണീമണികളാലും പരിസേവിതനായ രാവണനെ കണ്ടപ്പോൾ പരമശത്രുവെങ്കിലും അല്പം അഭിനന്ദനം ഹനുമാന് തോന്നാതിരുന്നില്ല. ധർമാത്മാവായ ആ വാനരോത്തമൻ ആലോചിച്ചു, എന്തൊരു പ്രതാപം, ധൈര്യം, ശക്തി, ആകാരവിശേഷം! കഷ്ടം, ഇവൻ അധർമ്മിഷ്ഠനായിപ്പോയല്ലോ. അല്ലായിരുന്നുവെങ്കിൽ ഇവന് തുല്യനായി ത്രിലോകങ്ങളിൽ മറ്റാരും കാണുകയില്ലായിരുന്നു. അതേസമയം രാവണൻ ഹനുമാനെ കണ്ട് ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, പണ്ടൊരിക്കൽ ഞാൻ കൈലാസത്തിൽ വെച്ച് ശ്രീ പരമേശ്വരൻ്റെ അനുചരനായ നന്ദികേശ്വരനെ പരിഹസിക്കുകയുണ്ടായി. തന്നെപ്പോലെ വാനരാകൃതിയുള്ള ഒരുവനിൽ നിന്ന് തനിക്ക് അപായമുണ്ടാകുമെന്ന് നന്ദികേശ്വരൻ എന്നെ ശപിക്കുകയും ചെയ്തു. ആ ശാപം ഇപ്പോൾ ഫലിക്കുകയാണോ? അതോ മറ്റേതെങ്കിലും മഹാശത്രു വേഷം മാറി വന്നിരിക്കുകയാണോ? അമ്മാതിരി ചിന്തകളെ അകറ്റി മാറ്റിയിട്ട് താൻ ബന്ധനസ്ഥനോട് നേരിട്ട് സംസാരിക്കുന്നത് തൻ്റെ അത്യുന്നത സ്ഥാന മഹിമയ്ക്ക് അനുയുക്തമല്ലെന്ന് കരുതിയിട്ടായിരിക്കണം രാവണൻ മന്ത്രി പ്രധാനനോട് പറഞ്ഞു, പ്രഹസ്ത, ഈ വാനരാധമൻ എവിടുന്ന് എന്തിന് ഇവിടെ വന്നു? എൻ്റെ ഉദ്യാനം തകർക്കാൻ എന്താണ് കാരണം? ആരെങ്കിലും ഇവനെ ഇങ്ങോട്ട് അയച്ചതാണോ? എല്ലാം ഇവനോട് ചോദിച്ച് മനസ്സിലാക്കൂ. രാജാവിന് വേണ്ടി മന്ത്രി സംസാരിച്ചു. എടോ വാനര, നിന്നെ ഇവിടെ ആരും ഉപദ്രവിക്കുകയില്ല. നിനക്ക് യാതൊരു ഭയവും വേണ്ട. സത്യം പറയണം, എന്നാൽ കെട്ടഴിച്ച് നിന്നെ വിട്ടേക്കാം. ദേവേന്ദ്രൻ്റെയോ വൈശ്രവണൻ്റെയോ വരുണൻ്റെയോ യമൻ്റെയോ മറ്റോ ദൂതനാണോ നീ? കള്ളം പറഞ്ഞാൽ നിന്നെ കൊല്ലും, തീർച്ച. ഹനുമാനാകട്ടെ മന്ത്രിയുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി രാജാവിന് നേരിട്ട് നൽകി. ഹേ രാവണ, ഞാൻ ദേവേന്ദ്രൻ്റെയോ വൈശ്രവണൻ്റെയോ മറ്റോ ദൂതനല്ല, ശ്രീരാമസ്വാമിയുടെ ദൂതനാണ്. അങ്ങയെ നേരിട്ട് കണ്ട് സംസാരിക്കുന്നതിനുള്ള ഉപായമെന്ന നിലയിൽ ഞാൻ ഉദ്യാനം തകർത്തു എന്നതേ ഉള്ളൂ. ബ്രഹ്മാസ്ത്രബദ്ധനാണ് എന്ന് ഞാൻ അഭിനയിക്കുക മാത്രമായിരുന്നു. ഹനുമാൻ എന്നാണ് എൻ്റെ പേര്. തുടർന്ന് ഹനുമാൻ സാമാന്യം ദീർഘമായി തന്നെ ശ്രീരാമനെയും സുഗ്രീവനെയും തന്നെയും കുറിച്ചുള്ള വിവരങ്ങൾ രാവണന് നൽകി. ശ്രീരാമ സീതാ ലക്ഷ്മണന്മാരുടെ വനവാസം, സീതാപഹരണ വൃത്താന്തം, ജടായുവധം, സുഗ്രീവ സഖ്യം, വാനരസഖ്യത്തിൻ്റെ സീതാന്വേഷണ സംരംഭം എന്നിവയെല്ലാം ഹനുമാൻ ക്രമമായിട്ട് കേൾപ്പിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു നിർത്തി. ഹേ രാവണ, ഞാൻ സീതാദേവിയെ കണ്ട് സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു. രാക്ഷസ വംശത്തെ നശിപ്പിക്കാൻ കഴിവുള്ള ശക്തി സ്വരൂപിണിയാണ് സീതാദേവി. ആ പരമാർത്ഥം അങ്ങിനിയെങ്കിലും മനസ്സിലാക്കണം. ഖരദൂഷണന്മാരെയും ബാലിയെയും വധിച്ചത് ശ്രീരാമനല്ലാതെ മറ്റാരുമല്ല. ആത്മനാശം സംഭവിക്കാതെ നോക്കിക്കൊള്ളൂ. അതിനുള്ള ഒരൊറ്റ മാർഗം സീതാദേവിയെ ശ്രീരാമന് സമർപ്പിക്കുകയാണ്. അങ്ങയുടെ ലങ്കാരാജ്യത്തെ നശിപ്പിക്കാൻ ഞാൻ മാത്രം മതിയാകും. എന്നാൽ അതിനുള്ള നിർദ്ദേശം ശ്രീരാമൻ എനിക്ക് നൽകിയിട്ടില്ല. അങ്ങ് അനേകം സ്ത്രീകളെ ഇവിടെ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അവരെപ്പോലെയാണ് സീതാദേവി എന്ന് തെറ്റിദ്ധരിക്കരുത്.
അങ്ങയുടെ കഴുത്തിൽ വീണിരിക്കുന്ന കാലപാശമാണ് സീതാദേവി എന്ന് മനസ്സിലാക്കി ഇക്കളി മതിയാക്കുന്നതാണ് അങ്ങയ്ക്ക് നല്ലത്. ശ്രീരാമൻ്റെ കോപാഗ്നി അങ്ങയുടെ രാജ്യത്തെ ആകെ ദഹിപ്പിക്കാറായി. മഹാവിഷ്ണുവിന് തുല്യനായ ശ്രീരാമനെ എതിർത്ത് നിൽക്കാൻ ആർക്കും സാധ്യമല്ല, ദേവേന്ദ്രനും ബ്രഹ്മദേവനും പരമശിവനു പോലും. ഹനുമാൻ്റെ ഉപദേശങ്ങളും അഭിപ്രായങ്ങളും വിവരണങ്ങളും രാവണൻ്റെ മനസ്സിൽ യാഥാർത്ഥ്യബോധം അങ്കുരിപ്പിക്കുന്നതിനു പകരം ഉത്കടമായ കോപം ഉളവാക്കുകയാണ് ഉണ്ടായത്. തനിക്ക് അപ്രിയം പറയുകയും തൻ്റെ ശത്രുവിനെ വാഴ്ത്തുകയും ചെയ്യുന്ന ചാപല്യമേറിയ ഈ നികൃഷ്ട വാനരന് ഉടൻ തന്നെ വധശിക്ഷ നൽകട്ടെ എന്നായി ആ കഠിനഹൃദയത്തിൻ്റെ ആജ്ഞ. അത് കേട്ട് രാജസദസ്സിൽ ഉണ്ടായിരുന്നവനും ധർമ്മിഷ്ഠന്മാരിൽ അഗ്രഗണ്യനുമായ രാവണാനുജൻ വിഭീഷണൻ എഴുന്നേറ്റ് പറഞ്ഞു, ജ്യേഷ്ഠ, കോപമടക്കി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. കാര്യകാര്യ വിവേചന ബുദ്ധിയുള്ള രാജാക്കന്മാർ ദൂതവധം ചെയ്യുമാറില്ല. ഈ വാനരനെ കൊല്ലുന്നത് ധർമ്മവിരുദ്ധവും നിന്ദ്യവും അപഹാസ്യവുമാണ്. ജ്യേഷ്ഠനെപ്പോലെ ഒരു രാജധർമ്മജ്ഞനും പണ്ഡിതനും ഉന്നതസ്ഥാനീയനും അതൊട്ടും യോജിച്ചതല്ല. യുക്തമേത് അയുക്തമേത് എന്ന് നല്ലപോലെ ആലോചിച്ച് തീരുമാനിച്ചിട്ട് ദൂതൻ അർഹമായ ശിക്ഷ നൽകുന്നതിൽ തെറ്റില്ല താനും. രാവണൻ തൻ്റെ നിശ്ചയത്തിൽ ഉറച്ചു തന്നെ നിന്നു. വിഭീഷണ, പല ദ്രോഹപ്രവൃത്തികളും നമ്മോട് ചെയ്തവനാണ് ഈ വാനരൻ. അവന് ഞാൻ വധശിക്ഷ നൽകുക തന്നെ ചെയ്യും. അധർമ്മപഥ സഞ്ചരണത്തിൽ നിന്ന് ജ്യേഷ്ഠ സഹോദരനെ പിന്തിരിപ്പിക്കുവാൻ അങ്ങേയറ്റം പരിശ്രമിക്കുക തന്നെ എന്ന് നിശ്ചയിച്ചുകൊണ്ട് വിഭീഷണൻ അല്പം ദീർഘമായി തന്നെ സംസാരിച്ചു. ജ്യേഷ്ഠ, ഓരോ കാര്യങ്ങൾക്കായി രാജാക്കന്മാർ അന്യോന്യം ദൂതന്മാരെ അയക്കുക പണ്ടേയുള്ള ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ദൂതന്മാരെ നിഗ്രഹിക്കുക ശാസ്ത്രവിരുദ്ധവും ഗർഹണീയവുമാണ്. ഈ വാനരൻ പല തോന്നിയാസങ്ങളും കാണിച്ചുവെന്നത് ശരി തന്നെ. അമ്മാതിരി പ്രവൃത്തികൾക്ക് പല ലഘുശിക്ഷകളും വിധിക്കപ്പെട്ടിട്ടുണ്ട്. അവയിലൊന്ന് ഇവന് നൽകുന്നതിന് വിരോധമില്ല. അങ്ങയെപ്പോലുള്ളവർ കോപത്തിനടിമപ്പെടുന്നത് ശരിയല്ല. വധശിക്ഷ നൽകണമെങ്കിൽ ഈ ദൂതനെ ഇങ്ങോട്ടയച്ചയാൾക്കായിരിക്കണം. സ്വയം വന്നവനല്ല, അന്യൻ അയച്ചു വന്നവനാണ് ഇവൻ. ആ സ്ഥിതിക്ക് തീർച്ചയായും വധ്യനല്ല. മാത്രമല്ല മറ്റൊന്നും ആലോചിക്കണം. രാമലക്ഷ്മണന്മാർ യുദ്ധത്തിന് വരുന്നത് നല്ലതാണ്. പക്ഷേ അതിനു മുമ്പ് ദൂതൻ്റെ മരണം അവരെ അറിയിക്കണ്ടേ? അതിന് യോഗ്യനായ ഒരുവനെയും ഞാൻ കാണുന്നില്ല. രാമലക്ഷ്മണന്മാരെ തോൽപ്പിക്കാൻ കെൽപ്പുള്ളവരാണ് നമ്മുടെ രാക്ഷസ സൈന്യങ്ങൾ. വിഭീഷണൻ്റെ അഭിപ്രായങ്ങൾ കഴമ്പില്ലാത്തവയല്ലെന്ന് പുനർവിചിന്തനം ചെയ്തപ്പോൾ തോന്നിയതനുസരിച്ച് രാവണൻ വാനരന് വധശിക്ഷയ്ക്ക് പകരം മറ്റൊരു ശിക്ഷ നൽകാൻ നിശ്ചയിച്ചു. വാലാണല്ലോ വാനരന്മാർക്ക് വളരെ പ്രധാനപ്പെട്ട അവയവം. ഇവൻ്റെ വാൽ തീയരിച്ചു കളയട്ടെ. കത്തുന്ന വാലോടുകൂടി ഇവനെ നഗരവീഥികളിലൂടെ കൊണ്ടു നടക്കണം. അതിനുശേഷം അവൻ രാമലക്ഷ്മണന്മാരുടെ അടുക്കലേക്ക് പൊയ്ക്കൊള്ളട്ടെ. തന്നെ കെട്ടിയിരിക്കുന്ന കയറുകൾ പൊട്ടിച്ചെറിഞ്ഞ് സ്വയം സ്വതന്ത്രനാവാൻ യാതൊരു പ്രയാസവുമില്ലെങ്കിലും ഹനുമാൻ മനഃപൂർവ്വം രാക്ഷസഭൃത്യന്മാരുടെ പ്രവർത്തനങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുകയാണ് ചെയ്തത്. ലങ്കയിൽ നിന്ന് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് എന്തൊക്കെയാണ്, എങ്ങനെയാണ്, എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് നിശ്ചയിച്ചതിന് ശേഷം ആ വാനരോത്തമൻ ഒന്നുമറിയാത്ത മട്ടിൽ നിശ്ചലനായി കിടന്നുകൊടുത്തു. വാലാങ്കുലം വലുതാക്കി വച്ചിരുന്നതിനാൽ അതിൽ ചുറ്റുന്നതിനായി വളരെയധികം വസ്ത്രങ്ങളും വിരിപ്പുകളും പുതപ്പുകളും കമ്പിളികളും മറ്റും പലയിടങ്ങളിൽ നിന്ന് ശേഖരിച്ചുകൊണ്ട് വരേണ്ടതായും വന്നുകൂടി. അവ കൊണ്ട് വാലാങ്കുലം ചുറ്റി പൊതിഞ്ഞതിന് ശേഷം ഭൃത്യന്മാർ ധാരാളം എണ്ണ കൊണ്ടുവന്ന് അതിലൊഴിച്ചിട്ട് തീയും കൊളുത്തി. അതിനുശേഷം അനവധി രാക്ഷസന്മാർ ഒത്തുചേർന്ന് ഹനുമാനെ പൊക്കിയെടുത്ത് വാദ്യഘോഷങ്ങളോടും ആർപ്പുവിളികളോടും കൂടി ഓരോരോ തെരുവിലൂടെ കൊണ്ടു നടന്നു. ഹനുമാൻ ആലോചിച്ചു, ഞാൻ ബന്ധനത്തിലെന്ന് നടിക്കുന്നതാണെന്ന് ഈ മടയന്മാർക്ക് മനസ്സിലായിട്ടില്ല. ലങ്ക മുഴുവൻ ചുറ്റിക്കാണാൻ എനിക്ക് അവസരം ലഭിക്കുന്നത് വലിയൊരു കാര്യം തന്നെ. അത് പിൽക്കാലത്ത് പ്രയോജനപ്പെടുമെന്ന് തീർച്ചയാണ്. അത് ശരിയായിരുന്നു എന്ന് അനന്തര സംഭവങ്ങൾ തെളിയിക്കുകയും ചെയ്തു. രാക്ഷസന്മാരുടെ ചുമലിൽ സസുഖം ശയിച്ചുകൊണ്ട് ഹനുമാൻ ലങ്കാനഗരത്തിൻ്റെ കിടപ്പ് മുഴുവൻ കണ്ടു മനസ്സിലാക്കി ഓർമ്മയിൽ സൂക്ഷിച്ചു വെച്ചു.
പലയിടങ്ങളിൽ നിന്ന് ചേരുന്ന രാജവീഥികൾ, അവയിൽ ചിലതൊക്കെ ഒത്തുകൂടുന്ന നാൽക്കവലകൾ, ഇടയ്ക്കിടയ്ക്ക് കിടക്കുന്ന തുറസ്സായ സ്ഥലങ്ങൾ, സേനാധിപന്മാരുടെയും മന്ത്രിമാരുടെയും മന്ദിരങ്ങൾ എന്നിവയെല്ലാം കണ്ടുകൊണ്ട് ഹനുമാൻ മുമ്പോട്ട് പോയി. കത്തുന്ന വാലുള്ള വാനരനെ കാണാനുള്ള കൗതുകത്തോടുകൂടി പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളുമെല്ലാം തെരുവുകളുടെ ഇരുവശങ്ങളിലും കൂടി നിന്നു. ഈ വിവരങ്ങളെല്ലാം കാവൽക്കാരികളിൽ നിന്നറിവായപ്പോൾ സീത ഉള്ളുരുകി പ്രാർത്ഥിച്ചു, അഗ്നിദേവ, ഞാൻ പരിവ്രതാധർമ്മം പൂർണ്ണമായും അനുവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഹനുമാന് ശീതളനായിരിക്കണമേ.